നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു കോടതി വിധിയുണ്ടായി. ഒരു മലയാളി 12 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇത് ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ എല്ലാ മലയാളികളും ഓൾമോസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനം നമ്മളെ എത്ര കണ്ട് അത് ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, എന്നെപ്പോലെ തന്നെ ഇവിടെ നമ്മളെല്ലാവരും ഇവിടെ വന്നത് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ വന്നത് നമ്മുടെ സ്വന്തം നാടും വീടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയ നമ്മുടെ കൂട്ടുകാരെയും നമ്മളുടെ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടാണെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അന്യൊരു രാജ്യത്ത് വന്ന് ചേക്കേറിയിരിക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ് നമ്മൾ. അവിടെ ഒരു കുടുംബമായി ഈ രാജ്യത്ത് വന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ അവർ സഹിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിനിടയിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് മറ്റുള്ളവർക്കും കൂടുതൽ അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. വഴിയെ നടന്നുപോയ അല്ലെങ്കിൽ വഴി സൈഡിലൂടെ നടന്നുപോയ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുകയാണ് ആ മലയാളി ചെയ്തത്. അതും അവർക്ക് ആൽക്കഹോൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ നിർബന്ധിച്ച് അവരതിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ ബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആൽക്കഹോൾ മേടിച്ചു കൊടുത്ത് കുടിപ്പിച്ച് അവരെ റേപ്പ് ചെയ്തു. ഈ വ്യക്തി എന്താണ് മനസ്സിലാക്കിയത്? ഈ രാജ്യത്ത് ഏത് രാത്രിയിൽ ഏത് പാതിരായ്ക്കും ഏതൊരു മനുഷ്യനും സ്വതന്ത്രമായി നടക്കുവാനും സ്വതന്ത്രമായി യാത്ര ചെയ്യുവാനുള്ള എല്ലാ സെക്യൂരിറ്റിയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മനുഷ്യർ അങ്ങനെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജനിച്ചു വളർന്ന നാട്ടിൽ പോലും ഒരുപക്ഷെ നമുക്ക് ഒരു പെൺകുട്ടിക്ക് രാത്രിയിൽ ഇറങ്ങി 10 മണിക്കോ 12 മണിക്കോ ഒന്നും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പം നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ഇത് കണ്ടു കഴിയുമ്പോൾ, ഇവൾ എന്താണ് ഈ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നത്, ഇവൾക്ക് ആരുമില്ലേ, അല്ലെങ്കിൽ ഇവൾ മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണോ നടക്കുന്നത് എന്ന തോന്നലിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ അയാൾക്ക് ഈ ചിന്തയുണ്ടായത്. അത് സ്വന്തം നാട്ടിൽ അയാൾ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ ഇത് കണ്ടും കേട്ടും വന്നുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും രാത്രിയെന്നോ പകലെന്നോ അവർക്ക് ഒരു ചിന്തയില്ല. അവർക്ക് ഇറങ്ങാം, നടക്കാം, യാത്ര ചെയ്യാം. അവരെ ആരും ചോദ്യം ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ ഉള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ, ഇപ്പോൾ ഒരു നാട്ടിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ ഒരു പുതിയ ആളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വന്നു, എവിടുന്ന് വന്നു, ആരാണ്, എന്താണ്, ചോദ്യങ്ങളും ഭീഷണിയും അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ എവിടെ ഏത് സ്ഥലത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ആരും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് തികച്ചും ആ വ്യക്തിക്കുണ്ടായ മനോനിലയിൽ വന്ന മാറ്റത്തിന് കാരണം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും വന്ന് നമ്മൾ ആ രാജ്യത്ത് കണ്ടിട്ടുള്ള പലതരത്തിലുള്ള ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങൾ അയാളെ അതിലേക്ക് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഈ പറഞ്ഞ ആളുകളിൽ ഉണ്ട് എന്നതാണ് അതിൻ്റെ സത്യം. നമ്മുടെ നാട്ടിൽ കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടാത്ത എത്ര ആളുകളുണ്ട്. അവരെ റേപ്പ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എത്ര കുഞ്ഞു കുട്ടികളെ പോലും റേപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള മനോഗതിയുള്ളവർ, മാനസിക രോഗത്തിന് അടിമപ്പെട്ടവരാണവർ. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള രാജ്യത്ത് വന്ന് ഇതുപോലുള്ള സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മൈൻഡ് ചേഞ്ച്, പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള ചിന്തയായിരിക്കാം. അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇനിയും ഇതുപോലുള്ള വാർത്തകൾ ധാരാളം കേൾക്കും. ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി നമ്മളിവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാനും കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനും തന്നെ നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇത്ര തരത്തിലുള്ള ഒരു അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മളുടെ സർവ്വ മാനവികതയും എവിടെയാണ് ഉള്ളത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വ്യക്തിക്ക് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെ നാട്ടിലെ
അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ ഇവയെല്ലാം കാണുന്നില്ലേ? 12 വർഷം ഇവിടെ ജയിലിൽ കിടന്നതിന് ശേഷം ഇതിനിടയിൽ കയറ്റിവിടുക, ഡിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ കുടുംബം, ഇവിടെയുള്ള ആ കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈംഗികപരമായിട്ടുള്ള ഓരോ മനുഷ്യരുടെയും ആവശ്യം അത് വലുത് തന്നെയാണ്. അത് നിസ്സാരമായിട്ടൊന്നും കാണുന്നില്ല. മനുഷ്യന് ഭക്ഷണവും ജലവും ആവശ്യമുള്ളതുപോലെ തന്നെ സെക്സ് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അതിനെ ഒരു കാരണവശാലും അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതിന് തിരിച്ചറിവുണ്ടാവുകയും അതിന് 100% നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിച്ച് നമ്മൾക്കത് ഏത്, എപ്പോൾ, എന്ത്, എങ്ങനെ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അയാളുടെ മുമ്പിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനൊരൊറ്റ ആൻസറേ അയാൾ കണ്ടുള്ളൂ. അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ പലതും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് അറിയണമെന്നില്ല. അവർക്ക് ആളുകൾ നോക്കുമ്പോൾ ഇവിടെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്, പബ്ബിലും ക്ലബിലും ഒക്കെ പോയിട്ട് തിരിച്ച് അവർ അല്പം ആൽക്കോളൊക്കെ കഴിച്ച് അവരിങ്ങനെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും പാടിയൊക്കെ നടന്നു പോകുന്നു കാണുമ്പോൾ ഇവർ ഇമ്മോറലായിട്ട് നടക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ചിന്തിച്ച് കുഴിയിൽ ചാടി, അങ്ങനെ അബദ്ധത്തിൽ ചാടിയ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. എന്തിനു പറയുന്നു, സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ സ്വിമ്മിംഗ് പൂൾ സൂട്ടിട്ട് അതിൽ കുളിക്കുന്ന ആളുകളെ കയറി പിടിച്ച മലയാളികളുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർ നമ്മളോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുകയും നമ്മളോട് സംസാരിക്കുകയും സോഷ്യലായിട്ട് അവർ നന്നായിട്ട് നമ്മളെടുത്ത് ഇടപഴകും. അപ്പം അത് കാണുമ്പോൾ ഇവർ മോശക്കാരാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക. ഒട്ടനവധി ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവിടെ എത്രയോ ആളുകൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെ ഹാബിച്വൽ സെക്സ് ഒഫൻഡർ ആയിട്ട് പ്രഖ്യാപിച്ച് ഈ രാജ്യത്തൊരു ജോലി പോലും ചെയ്യാൻ പറ്റാതെ അവരെ ഡീപ്പോർട്ട് ചെയ്യും, ജയിലിൽ കിടക്കേണ്ടി വരും. അവർക്ക് ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു പരിധിവരെ ബാധിക്കുന്നതും കൂടിയാണ്. നമ്മുടെ കളർ കാണുമ്പോൾ ഇതെല്ലാം ഒരേ കളർ, പാകിസ്ഥാനി ചെയ്താലും ബംഗ്ലാദേശ് ചെയ്താലും ഈ പറഞ്ഞ ഇന്ത്യക്കാർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെയൊക്കെ കളറുകൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മളെല്ലാവരും ഏകദേശം ഈ ടൈപ്പിൽപ്പെട്ട ഒരു മാനസിക രോഗത്തിന് അടിമകളാണ്. നമ്മൾ റേപ്പിസ്റ്റുകളാണ്. അല്ലെങ്കിൽ നമ്മൾ സെക്സിനെ സംബന്ധിച്ചിടത്തോളം തരം കിട്ടിയാൽ അവരാരെയും ഉപദ്രവിക്കുമെന്നുള്ള തോന്നൽ ഇവിടുത്തെ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ഓരോരോ ഭാഗങ്ങളല്ലേ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വരാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവർക്കിവിടെ എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്ന ഒരു സമൂഹം കൂടെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവരിവിടെ കൊടി ഉയർത്താൻ തുടങ്ങി, ഗോ ബാക്ക് ടു യുവർ ഓൺ കൺട്രി എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ കാരണം കൂടുതലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തുനിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ ഒന്നുകൂടെ ചിന്തിക്കുന്ന നല്ലതായിരിക്കും. അവരിവിടെ ജീവിക്കാൻ വന്നവരല്ലേ. പിന്നെ ആൽക്കഹോളിൻ്റെ അമിതമായ കൺസംഷൻ പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എത്രയെത്ര പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഓരോരുത്തർ വിളിച്ച് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കുടുംബത്തിൽ ഒരു സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സെക്സ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ് ഇതിന് കാരണമെങ്കിൽ അതിന് റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അതിനകത്ത് ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനൊരു വഴി. അല്ല തീർച്ചയായിട്ടും ഇങ്ങനെ പൊതുസമൂഹത്തിലിറങ്ങി മറ്റുള്ളവർക്ക് ന്യൂസൻസ് ആക്കി മറ്റുള്ളവരുടെ ജീവിതവും കൂടെ തകരാറിലാക്കുന്ന വിധത്തിൽ ഇതെല്ലാവരെയും ഒരു സോഷ്യൽ ആയിട്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. അതിലേക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ ഇതിനകത്ത് യാഗ്രതയുള്ള ആകാംക്ഷയോടുകൂടി തന്നെ അതിനെ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം നമുക്ക് ആരാണോ ഇതിൽ ചിലപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു കൃത്യത്തിൻ്റെ പേരിൽ ആ ഒരു സമൂഹത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇനി കാലം മുന്നോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദയവീത് എനിക്ക് ഈ അവസരത്തിൽ വളരെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കാണുമ്പോൾ അത് എൻ്റെ പ്രശ്നമല്ല, അത് അങ്ങനെ ഒരാളോട് ചെയ്തു അതിന് എനിക്കെന്താ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ നമ്മുടെ സമൂഹത്തെ അതിനു വേണ്ടിയിട്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഇടപെടുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിന് മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ട് അതിനു വേണ്ട ഇൻസ്ട്രക്ഷൻസും അതിനുവേണ്ട അഡ്വൈസും ഒക്കെ കൊടുത്ത് നമ്മുടെ സമൂഹത്തെ ഒരു കുടക്കീഴിൽ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും, അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും അവരെ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും അത് അവെയർ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത്രയും നേരവും എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി. ഇനിയും ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. താങ്ക് യു. ബൈ.